ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാ പൊളിച്ചിട്ട് മുതല വാ പൊളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ചെയ്യത്തില്ല. ഇതിപ്പോ നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പിണഞ്ഞു കിടക്കുന്ന ലൂപ്പ് പോലെയാണ്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ അതിന്റെ ഒടുക്കം കാണാൻ സാധിക്കുമെന്ന്, പക്ഷെ പറ്റത്തില്ല. ആ ലൂപ്പിലൂടെ കയറി പോയി കഴിഞ്ഞാൽ പല ഡയറക്ഷനിലൂടെ ഒരു ഭ്രാന്തിയെ പോലെ അല്ലെങ്കിൽ ഭ്രാന്തനെ പോലെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെ സഞ്ചരിച്ചാലും അതിന്റെ അറ്റം കാണാൻ നമുക്ക് സാധിക്കത്തില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നം ഇപ്പൊ അവസാനിക്കുമെന്ന് തോന്നുമ്പോൾ അതേ വ്യക്തിയെക്കുറിച്ച് തന്നെ വേറൊരു പ്രശ്നം ഉയർത്തെഴുന്നേക്കും. അപ്പോൾ ഇപ്പൊ ദയാച്ചു എന്തിനാണ് ഇങ്ങനെ കടന്ന് അലയ്ക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? രേണുസുതിയെ കുറിച്ചിട്ടാണ്. രേണുസുതിയെ വിമർശിച്ചുകൊണ്ട് ദയാച്ചു കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പണ്ട് മുതലേ ഈ പുള്ളിക്കാരി ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ ഏതായാലും രേണുസുതിയെ വിമർശിച്ച് ദയാച്ചു വിട്ട ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അല്ല, ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ? പറഞ്ഞു പോണെന്നാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ പാവാട വള്ളികൾ വന്നിട്ട് എനിക്കിവിടെ നല്ല താങ്ങുമായിരിക്കും. എന്നാലും ഞാൻ പറയും, അല്ല, ഇവള് സുചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഒരു പിടി വാരി കൊടുക്കുന്നത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാ പൊളിച്ചിട്ട് മുതല വാ പൊളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ചെയ്യത്തില്ല. ഇതിപ്പോ ഞാൻ പാട്ടുകാരൻ ഗോപിയണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് കോഞ്ഞാട്ടേക്ക് പോവും, അങ്ങേര് വേറെയും തേടി പോകുന്നു. അതേപോലെ ഇപ്പൊ ഞാൻ പറയണ്, ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാളെടുത്ത് പണ്ടാറടങ്ങുന്നവരെ ഇവന് വാരിയും കൊടുക്കും. ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കും. എടാ, നാണമാനം ഉളുപ്പില്ലാത്തവനെ, നിന്റെ ഭാര്യ ഇത് കാണുന്നില്ലേ? അല്ലെ നിന്റെ പെണ്ണുമ്പള കാണുന്നില്ലേ? അല്ല നിന്റെ കൊച്ചുങ്ങൾക്ക് വാരി കൊടുക്കടാ, അല്ല നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കടാ, ആ സുഷ്കാന്തി കാണിക്കടാ, താലി കെട്ടി പെണ്ണ് വാരി കൊടുക്കടാ. ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാ? ചായക്കടയിൽ നിന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് അയ്യോ നമ്മളൊന്നും പറയാൻ പാടില്ല, കാരണം എന്താ വെച്ചാൽ ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ രോദനമാണ്. ആരും ഒന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ ഇപ്പൊ തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് എടുത്തു വിഴുങ്ങും. ഈ വന്ന കാലത്ത് പോസിറ്റീവ് പബ്ലിസിറ്റിക്ക് ഒരു സ്ഥാനവും ഇല്ല. പോസിറ്റീവ് പബ്ലിസിറ്റി വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വൈറലാകില്ലെന്നും വരും. വൈറലാകാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഒരു 10-12% മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് ചെയ്തോളൂ, നിങ്ങൾ പബ്ലിക്കാവും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടും, നിങ്ങൾക്ക് വൈറലാകും, നിങ്ങൾക്ക് റീച്ച് കിട്ടും, എല്ലാവിധ സുഖ സൗകര്യങ്ങളും അതിലൂടെ കിട്ടും. കാരണം ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി മതി ആൾക്കാർക്ക്, നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മതി ആൾക്കാർക്ക്. അതുകൊണ്ടാണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ രേണുസുതിയെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? രേണുസുതി പോസിറ്റീവ് പബ്ലിസിറ്റിയെ തിരിഞ്ഞു പോലും നോക്കാറില്ല. അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി മതി, അവർക്ക് മാക്സിമം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഈ ദയാച്ചു ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ എല്ലാ കാര്യത്തിനോടും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതായത് ക്യാമറയുടെ മുമ്പിൽ മനഃപൂർവ്വം കാണിക്കുകയാണ്, ഒരാൾക്ക് വാരി കൊടുക്കുന്നു. അങ്ങനെ വാരി കൊടുക്കുന്ന സമയത്ത് പല റൂമേഴ്സും അതിനെ ചുറ്റിപ്പറ്റി വരും. അപ്പോൾ ആ റൂമേഴ്സിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം വാരി കൊടുക്കുകയാണ്. അല്ലാതെ വാരി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്നേഹപ്രകടനമാണ്. അപ്പോൾ ആ സ്നേഹപ്രകടനം അല്ല. അവർക്ക് തമ്മിൽ പരസ്പരം അങ്ങനെ യാതൊരു രീതിയിലുള്ള സ്നേഹവും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ വാരി കൊടുത്ത് കാണിക്കുകയാണ് ക്യാമറയുടെ മുമ്പിൽ. എന്തിന്? റൂമേഴ്സ് വരാൻ വേണ്ടിയിട്ട്. ആ റൂമേഴ്സ് സ്പ്രെഡ് ആകുമ്പോൾ ഇരട്ടി റീച്ച് കിട്ടും. അപ്പം അത്തരം നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പുറകെ നടക്കുന്ന ആൾക്കാരെ നമ്മൾ വിമർശിക്കും. ആ വിമർശിക്കുന്നവരെ തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഏതായാലും ഈ ദയാച്ചു ഈ ചെയ്ത വീഡിയോയ്ക്ക് രേണുസുതി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. രതീഷിന്റെ വൈഫിനില്ല കുഴപ്പം. ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതുങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്ത് അവന് എനിക്ക് ഫുഡ് വാരി തന്നതും. മനസ്സിലായോ? ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത്, അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത്. മനസ്സിലായോ? എന്നെ കുറേ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല. പിടി കിട്ടിയോ? ചേച്ചി പിടി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നെന്ന്? ചേച്ചി കുറേ ദിവസമല്ലോ തുടങ്ങിയിട്ട്. നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുതി ഇടപെടാൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നെ വെറുതെ വിട്ടേക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ, ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുമോ, അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ സുധിച്ചേട്ടന് വാരിക്കൊടുത്തോ ഇല്ല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സുധിച്ചേട്ടന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ സുധിച്ചേട്ടനെ കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ?
ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ട്. കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങി. പരസ്പരം തമ്മിത്തല്ലിയും ചീത്ത വിളിച്ചും വഴക്കിട്ടും പാര വെച്ചുമാണ് ഇപ്പോൾ ഓരോ ആൾക്കാർ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരിനി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടോണ്ടേയിരിക്കും. ഇതിനുള്ള മറുപടി ദയാച്ചു പറയും, ദയാച്ചുവിനുള്ള മറുപടി രേണുസുതി പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കലഹിക്കുകയാണ്. ഈ കലഹത്തിന്റെ ഇടയിൽ കുറേ വ്യൂവേഴ്സ് കാണും. ആ വ്യൂവേഴ്സ് ഇതൊക്കെ കാണും, അവരിതൊക്കെ കണ്ട് രസിക്കും. ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് രസം തോന്നുമല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ ആയിക്കഴിഞ്ഞു. എനിക്കൊന്ന് മലയാളം യൂട്യൂബേഴ്സിന്റെ ഇടയിൽ മാത്രമായിരിക്കും ഇത്തരം നെഗറ്റീവ് പബ്ലിസിറ്റികൾ കൂടുതലായിട്ടുള്ളത്. ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ പരസ്പരം വന്നിരുന്ന് തമ്മിൽ തരുന്നത് നമ്മൾ കാണുന്നതാണ്. രണ്ട് ചേരികളായിട്ട് അങ്ങ് തിരിയും. നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കും, അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള യൂട്യൂബേഴ്സ് ആയിരിക്കും. ഒരു ഫാമിലിയെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും. അപ്പോൾ ഒരു ചാനൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2 ചാനലാവും, സബ്സ്ക്രൈബേഴ്സ് ആവും, വ്യൂസ് ആവും. ഇപ്പൊ ആ ഒരു ട്രെൻഡ് പിടിച്ചേക്കാണ് എല്ലാ ആൾക്കാരും. അപ്പൊ അത് കണ്ടിട്ട് ആരും വിശ്വസിക്കരുത്. ഇതൊക്കെ വെറും ട്രെൻഡിന് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാക്രമം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇപ്പൊ രേണുസുതിയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും കുറേ വിവാദങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം സുധിയുടെ 2ാമത്തെ ഭാര്യ രംഗത്ത് വന്നിരുന്നു. രേണുസുതിയാണ് കൊല്ലം സുധിയെ തൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചത്, അവർ തമ്മിൽ അവിഹിതമായിരുന്നു, ഞാൻ ഭാര്യയായിട്ടിരിക്കെ തന്നെ അവർ തമ്മിൽ അവിഹിതമായിരുന്നു, പ്രണയബന്ധമായിരുന്നു, മോശപ്പെട്ട മെസ്സേജുകളൊക്കെ അയക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെക്കൻഡ് വൈഫ് രംഗത്ത് വന്നത്. അപ്പൊ അതിനുശേഷം രേണുസുതിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂവില് രേണുസുതിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കാണിച്ചിരുന്നു. ആ ഒരു ഭാഗം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. കാരണം സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പറയുന്നതല്ലാതെ ഞാൻ ഇന്നുവരെ തെളിവ് കാണിച്ചില്ല. എനിക്ക് ഞാൻ ഇപ്പൊ തന്നെ എടുത്ത് വെച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്, കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസൻ ദാസ്, രേഷ്മ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് വേണ്ടേ ബ്രൈഡ് ഒപ്പ്. പിന്നെ സാക്ഷികള് സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് ലിബു KJ, അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, സൂചന അളിയാന്ന് വിളിക്കുന്നത് ലിബു KJ, ചേട്ടാപ്പിന്ന് ഞാൻ വിളിക്കുന്നത്. പിന്നെ അടുത്ത ബിന്ദു സെബാസ്റ്റിൻ, എന്റെ അമ്മയുടെ അനിയത്തി. അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ്, എന്റെ അമ്മയുടെ ആങ്ങളയായിട്ട് വരുന്നു. ഈ 3 പേരായിരുന്നു ഇതേണ്ട ഞങ്ങളുടെ സാക്ഷികൾ. ഇതാണ് ഞങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ്. ഇതിപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്, ദ 4th ഷെഡ്യൂൾ. ഇതിൽ രേണുസുതി പറയുന്നത് ഞാൻ വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല, കൊല്ലസുധിയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, വേറെ ആരെയും ഞാൻ പ്രണയിച്ചിട്ടില്ല, ഇനി പ്രണയിക്കുമായിരിക്കും, ഇപ്പൊ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് വന്നിരുന്നു. അതായത് രേണുസുതി കൊല്ലസുധിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ലീഗലി മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് അത്രേ. ഒരു പാസ്റ്റർ ബിനു എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പുതിയ റൂമറാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ തലയെ കൈവച്ച് പോകും. ഇതിലൊക്കെ ഏത് സത്യം ഇരിക്കുന്നു, ഏത് കള്ളം ഇരിക്കുന്നു നമുക്ക് അറിയത്തില്ല. പലതും സത്യമായേക്കാം, പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ചുമ്മാത് കൊണ്ട് കമന്റ്സ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതാണ് ആ കമന്റുകൾ. അപ്പൊ ഈ കമന്റ് പ്രകാരം രേണുസുതി ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അയാളെ തേച്ചിട്ടാണ് നമ്മുടെ കൊല്ലം സുധിയുടെ ഒപ്പം പോയത്. അപ്പൊ കൊല്ലസുധി കല്യാണം കഴിച്ച ആ സമയത്താണ് രേണുസുതി കൊല്ലസുധിയുമായിട്ട് ബന്ധം തുടങ്ങുന്നത്. ഇങ്ങനെ കുറേ റൂമേഴ്സ് ആണ്. സത്യത്തില് ഈ റൂമേഴ്സ് കയറി മൂർച്ഛിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ആർക്കാണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നതെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് രേണുസുതിക്കാണ്. കാരണം ഇപ്പൊ ബിഗ് ബോസിന്റെ സെലക്ഷൻ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൂമേഴ്സ് ഒക്കെ മൂർച്ഛിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രേണുസുതിക്ക് ബിഗ് ബോസിലേക്ക് ഒരു ചാൻസ് കിട്ടും. 100% ഷുവറാണ് ചാൻസ് കിട്ടും. കാരണം എന്താണ്? ഇത്തരം വിവാദ നായകന്മാരെയും നായികമാരെയുമാണ് അവർക്ക് ആവശ്യം. കാരണം ഒരുപാട് വിവാദം ഉണ്ടാക്കിയ ആൾക്കാരെ ഷോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷോയിന്റെ വ്യൂവർഷിപ്പ് കൂടും. കാരണം ഈ വിവാദങ്ങൾ അകത്തും നടക്കും, പുറത്തും നടക്കും. പുറത്ത് ഒരുപാട് വിവാദം ഉണ്ടാക്കിയ ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധയോടെ കാത്തിരിക്കും. അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് പുറത്ത് കുറെ വിവാദങ്ങൾ നടക്കും. ഒരുപാട് ആൾക്കാർ ആ വിവാദങ്ങളിലേക്ക് വന്ന് പങ്കുചേരും. അങ്ങനെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിന്റെ വ്യൂവർഷിപ്പ് കൂടും. അതിനു വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാരെ അതിലേക്ക് എടുക്കും. ഇനി അതിനു വേണ്ടിയിട്ടാണോ ഈ റൂമേഴ്സ് ഒക്കെ പടച്ചു വിടുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇതിലൊന്നും പൂർണ്ണമായിട്ടും പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് ഇവര് കല്യാണം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലയോ ഒന്നും അറിയത്തില്ല. ആകെ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ഇതൊക്കെ കേൾക്കുന്ന നമ്മളാണ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയില്ലേ? തീർച്ചയായിട്ടും കൺഫ്യൂസ്ഡ് ആവും. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ ലൂപ്പ് പോലെയാണ്. നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്ത് ഓരോ റൂമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ റൂമേഴ്സിന്റെ ഒക്കെ പുറകെ പോകുമ്പോൾ അടുത്ത റൂമേഴ്സ് വരും. നമ്മളൊക്കെ
വിശ്വസിക്കാൻ പോലും പറ്റാത്തത്ര കാര്യങ്ങളായിരിക്കും നമുക്ക് പിന്നെ കേൾക്കേണ്ടി വരുന്നതും കാണേണ്ടി വരുന്നതും.